ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുബാവ വ്ളോഗ്സ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ്. കുറേ ദിവസത്തെയും വർഷത്തെയും കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വരിക. അപ്പോൾ ഞങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. റോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുതിരാൻ്റെ ഉള്ളിൽ കൂടെ പോണതാണ് കേട്ടോ. കുതിരാൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും മക്കളും എല്ലാവരും കേട്ടോ. ഒരു മാർച്ച് 2-ാം തീയതി വരാമെന്ന് പറഞ്ഞതാണ്. അന്ന് വരാൻ പറ്റിയില്ല. അപ്പം അന്ന് മുതൽ ഓരോ ദിവസങ്ങൾ എണ്ണി പറയണ പോലെ കാത്തിരിക്കലായിരുന്നു. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അന്ന് വരണില്ല എന്ന് പറഞ്ഞപ്പോൾ. ഞങ്ങൾ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ട് പിന്നെയാണ് യുദ്ധം തുടങ്ങലും കാര്യങ്ങളൊക്കെ ആയത്. അതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം മുന്നേ ആണ് കേട്ടോ 18-ാം തീയതി വരിക എന്നുള്ളത് അറിഞ്ഞത്. ഭയങ്കര സന്തോഷമാണ് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. 2 വർഷം 3 മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട്. അപ്പോൾ ആൾ സൗദിയിലാണ്. സൗദിയിൽ ദമ്മാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ നിമിഷം എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല. അത് ഓരോ പ്രവാസികൾക്ക് അറിയാം, അതിൻ്റെ പ്രവാസികളുടെ ഭാര്യമാർക്ക് അറിയാം, മക്കൾക്ക് അറിയാം അതിൻ്റെ വേദന എന്താണെന്നുള്ളത്. ഓരോ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കഴിയണത് കാത്തിരിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെയാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. 12:15 ഞങ്ങളിവിടുന്ന് ഇറങ്ങി. 3:10 കേട്ടോ അവിടെ കൊച്ചിയിൽ ഇറങ്ങണത്. ഒരു വണ്ടി കണ്ടോ ഗൈസ്, എന്തോ ഒരു വലുതാണെന്നറിയോ. വണ്ടിയുടെ മുകളിൽ വേറെ ഒരു സംഭവമാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് കണ്ടപ്പോൾ ഞാനങ്ങനെ എടുത്തു. ഫൈനലി ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. എല്ലാവരും വെള്ളം ദാഹിച്ച് വലഞ്ഞ് ഇരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് ഫുഡ് കഴിക്കുക. ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു എല്ലാവരും. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അവിടെ നിന്ന് മുതൽ ഇതുവരെ ഞാൻ കണ്ണടച്ചിട്ടില്ല. ഇത്ര നേരം നല്ല ഡ്രൈവർ ഇക്കാനോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ. അത് നല്ല എയർപോർട്ടിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഫ്ലൈറ്റുകളൊന്നും കുറേ നാളായിട്ട് ഓടാണ്ട് ഇപ്പോൾ ഇങ്ങനെ ഓടി തുടങ്ങിയതിൻ്റെ ഒരു നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്ക്. കറക്റ്റായിട്ട് വീഡിയോ എടുക്കാനായിട്ടും വരണ സമയത്ത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അതിനുള്ളൊരു സ്പേസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയും തിരക്കായിരുന്നു. അതുതന്നെ കുത്തിത്തിരക്കി അതിൻ്റെ ഉള്ളിൽ കയറി ഓരോരുത്തരും മാറുമ്പോൾ അങ്ങനെ മാറി മാറി കയറിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്ന് കുറച്ച് ഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയത്. എപ്പോഴും എയർപോർട്ട് കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കിടന്ന് നമുക്ക് പോകുമ്പോൾ കൊണ്ടുവരാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ വേറെ ആരും പോകാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് പോവുക കൊണ്ടാക്കാനൊക്കെ. കൊണ്ടാക്കിയിട്ട് വരണ സമയത്ത് ഭയങ്കരമായിട്ടൊരു ഫീലിങ്ങാണ്. കൊണ്ടുവരാൻ പോണ സമയത്ത് നമുക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷെ തിരിച്ച് അങ്ങോട്ട് യാത്രയാക്കാൻ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളൊക്കെ കാണാൻ ഭയങ്കര രസമല്ലേ. എന്തായാലും നല്ല ഭംഗിയാണ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവിടെയുള്ള ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും തോറും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങളിങ്ങനെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷം അങ്ങനെ. പിന്നെ അവിടെ എത്തി ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് ഡ്രൈവർ പാർക്കിങ്ങിൽ പോയി കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ എസ്കലേറ്ററിലൊക്കെ കുട്ടികളെയൊക്കെ കയറ്റി കുറേ നേരം അവിടെയൊക്കെ ചുറ്റി കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് ആളും പോയി. ഞങ്ങൾ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബാത്റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടി അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നൊക്കെ ഉണ്ടാവും. നല്ല തിരക്കാണ് കേട്ടോ. എന്തൊരു തിരക്കെന്നാ പറയാ. ഫൈനലി ഞങ്ങളിവിടെ എത്തിയിട്ടാണ്. കാത്തിരിപ്പിൻ്റെ ഓരോ നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അങ്ങനെ എസ്കലേറ്ററിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ 3:20 ഫ്ലൈറ്റ്. അപ്പോൾ എത്തിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതാണ് കേട്ടോ. അവിടെ എനിക്ക് ബ്ലോക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ എത്തിയതാണ്.
അമ്മ ഞാൻ പോയി കയറി വന്നു. അങ്ങനെ ഫൈനലി എൻ്റെ ഏട്ടൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കുറേ വർഷമായില്ലേ, 2 വർഷം 3 മാസമായില്ലേ കണ്ടിട്ട്. കണ്ടപ്പോൾ കരയണോ ചിരിക്കണോ എന്ന് പറഞ്ഞൊരവസ്ഥയിലായിരുന്നു കേട്ടോ. മാളനും ഭാവിക്കൊക്കെ ഒരുപാട് സന്തോഷമായി. ഒരു അച്ഛൻ്റെ കൈ വിടാതെ നടക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.